നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം പെരുന്നയിൽ മന്നം ജയന്തി ഉദ്ഘാടനത്തിനെത്തിയ രമേശ് ചെന്നിത്തലയുമായി അടച്ചിട്ട മുറിയിൽ അരമണിക്കൂർ നേരം ജി സുകുമാരൻ നായർ നടത്തിയ രഹസ്യ ചർച്ചയിൽ ഒരു അജണ്ട കെ.ബി. ഗണേഷ് കുമാറിന്റെ UDF പ്രവേശനമായിരുന്നുവെന്നാണ് സൂചന. അതായത് പിണറായി വിജയന്റെ പ്രിയപ്പെട്ട മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF-ലായിരിക്കുമെന്നാണ് സാധ്യതകൾ സൂചിപ്പിക്കുന്നത്. ചർച്ച അവസാനിക്കാറായപ്പോൾ ഗണേശന്റെ മുറിയിലേക്ക് വിളിച്ച് സുകുമാരൻ നായർ ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ ഇക്കാര്യത്തിൽ ഉറപ്പ് വാങ്ങിയെന്നാണ് കേൾക്കുന്നത്. നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഗണേശനോട് ഇടതുമുന്നണി അനുയോജ്യ തട്ടകമല്ല എന്ന് സുകുമാരൻ നായർ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സർക്കാർ തീരാൻ ഒരു മാസം മാത്രമുള്ളപ്പോൾ മാത്രം കടുത്ത തീരുമാനം മതി എന്നാണ് സുകുമാരൻ നായർ നൽകിയ ഉപദേശം. കാരണം ഇടത്തിലായാലും വലത്തിലായാലും ഗണേശൻ പത്തനാപുരത്ത് നിന്നും ജയിക്കും. ഇതിനുള്ള ആദ്യ വെടിയാണ് ഇന്നലെ ഗണേശൻ പൊട്ടിച്ചത്. അതായത് ക്ഷേത്രങ്ങളിൽ പോകുന്ന വിശ്വാസികളോട് കളിക്കരുത് എന്ന ശക്തമായ താക്കീതാണ് ഗണേശൻ മുഖ്യമന്ത്രിക്ക് നൽകിയത്. ഗണേശന്റെ പ്രതികരണം വീഡിയോയിൽ കണ്ട മുഖ്യമന്ത്രി ഞെട്ടി എന്നാണ് വിവരം. ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ പോയാൽ മതി എന്നാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ശക്തമായ ഭാഷയിൽ തുറന്നടിച്ചത്. ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ട്. അതിൽ മാറ്റം വരുത്തണോ എന്ന് തന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഭരണാധികാരികൾക്ക് എന്തെങ്കിലും നിർദ്ദേശമുണ്ട് എങ്കിൽ അത് തന്ത്രിയുമായി ആലോചിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു ഗണേഷ് കുമാർ. ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരി പ്രവേശിക്കണമെന്ന നിബന്ധനയിൽ കാലാനുസൃതമായി മാറ്റം വരണമെന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ അഭിപ്രായത്തെ ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണച്ചിരുന്നു. ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങളിലെല്ലാം തന്നെ ആദ്യം മാറ്റം വരുത്തുമെന്നാണ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത് എന്നും മറ്റാരാധനാലയങ്ങൾ കൂടി ആ മാതൃക പിന്തുടരാൻ ഇടയാക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതിനെതിരെയായിരുന്നു ഗണേശന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം ഗണേശന്റെ സാന്നിധ്യത്തിലാണ് ജി സുകുമാരൻ നായർ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ചത്. സച്ചിദാനന്ദക്കെതിരേക്കും പ്രതികരിച്ചു. കൊള്ളേണ്ടിടത്ത് പ്രതികരണങ്ങൾ കൊണ്ടു. മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെങ്കിലും സച്ചിദാനന്ദ സുകുമാരൻ നായർക്കെതിരെ രംഗത്ത് വന്നു. ഗണേശൻ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിനെതിരെ പരസ്യമായ നിലപാട് സ്വീകരിച്ചത് CPM നേതൃത്വത്തെയും ഇടതു മുന്നണിയെയും അത്ഭുതപ്പെടുത്തി. ഗണേശൻ UDF-ലേക്ക് പോകുമെന്ന ചില സൂചനകൾ CPM നേതൃത്വത്തിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. ഇടതുമുന്നണി സർക്കാരിന്റെ ഇമേജ് താഴേക്ക് പതിക്കുന്നതാണ് പ്രധാന കാരണം. നായർ, ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം വോട്ടുകൾ UDF-ൽ കേന്ദ്രീകരിക്കുമെന്നും സൂചനയുണ്ട്. അങ്ങനെ വന്നാൽ പാട്ടും പാടി UDF-ന് അധികാരത്തിലെത്താൻ കഴിയും. ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാമെന്ന ഉറപ്പ് KC വേണുഗോപാൽ സുകുമാരൻ നായർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ചെന്നിത്തലയെ സുകുമാരൻ നായർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റിയെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ നിന്നും അക്കാര്യം വായിച്ചെടുക്കാം. വേണുഗോപാലിന് കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ താല്പര്യമില്ല. ഡൽഹിയിൽ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം. ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ച് എല്ലാവരുടെയും പിന്തുണ നേടുകയാണ് ലക്ഷ്യം. മുസ്ലിം സമുദായത്തിലും ക്രൈസ്തവർക്കിടയിലും ഇതിനകം തന്നെ അദ്ദേഹം പിന്തുണ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതാണ് സ്ഥിതി എന്നിരിക്കെ NSS ഡയറക്ടർ ബോർഡ് അംഗം പിണറായി മന്ത്രിസഭയിൽ അംഗമാകുന്നത് എങ്ങനെയാണ് ശരിയാകുക? ഗണേഷ് കുമാറിനെതിരെ LDF പാർലമെന്ററി യോഗത്തിൽ മുഖ്യമന്ത്രി രോഷാകുലനായത് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ്. അന്ന് NSS ഡയറക്ടർ ബോർഡിൽ അദ്ദേഹം അംഗമായിരുന്നില്ല. ഗണേശന്റെ മാധ്യമ ശ്രദ്ധ കണ്ടിട്ടാണ് പിണറായി വിജയൻ അന്ന് ചൂടായത്. വാർത്ത വരുത്തുന്ന വിധത്തിലാകരുത് വിമർശനങ്ങൾ എന്നായിരുന്നു പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ. പത്തനാപുരത്തെ വികസനം സർക്കാർ ഫണ്ട് കൊണ്ടല്ലേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഗണേഷ് കുമാർ LDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അതിനാൽ ഗണേശന്റെ അസാന്നിധ്യത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. അതിനു മുന്നേയുള്ള LDF യോഗത്തിൽ സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെ ഗണേശ് ഉന്നയിച്ച വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. മണ്ഡലങ്ങളിൽ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എന്നും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുമായിരുന്നു ഗണേഷ് കുമാറിന്റെ വിമർശനം. പുതുപ്പള്ളി പോളിംഗിന് തലേന്ന് മുന്നാക്ക സമുദായ കോർപ്പറേഷൻ ചെയർമാനെ മാറ്റിയ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ നടപടി ഗണേശനെ പേടിച്ച് മുഖ്യമന്ത്രി മരവിപ്പിച്ചു. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് NSS ആരോപിക്കുന്ന ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനായ രാജഗോപാലൻ നായരെയാണ്
NSS ഡയറക്ടർ ബോർഡ് അംഗം ഗണേഷ് കുമാറിന്റെ നോമിനിയെ പിൻവലിച്ച ശേഷം സർക്കാർ നിയമിച്ചത്. കേരള കോൺഗ്രസ് ബി ശക്തമായ പ്രതിഷേധമാണ് നടത്തിയത്. ഗണേഷ് കുമാർ CPM സെക്രട്ടറിയെ തന്റെ നിലപാട് അറിയിച്ചു. അങ്ങനെ മുന്നാക്ക സമുദായ വികസന കോർപ്പറേഷൻ ചെയർമാനെ മാറ്റിയ ഉത്തരവ് സർക്കാർ മരവിപ്പിച്ചു. KG പ്രജിത്തിനെ മാറ്റിയ തീരുമാനമാണ് മരവിപ്പിച്ചത്. KB ഗണേഷ് കുമാറിന്റെ എതിർപ്പിനെ തുടർന്നാണ് തീരുമാനം മാറ്റിയത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. പുതിയ ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങി. പഴയ ഗണേഷ് ആയിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. ശബരിമല വിഷയത്തിൽ NSSന്റെ ശത്രുവായ രാജഗോപാലൻ നായരെ മുന്നാക്ക കോർപ്പറേഷനിൽ നിയമിച്ചതിലൂടെ പിണറായി സംഘടനയെ അപമാനിച്ചതായി സുകുമാരൻ നായർ കരുതി. രാജഗോപാലൻ നായരെ ചെയർമാനാക്കിയാണ് ഭരണസമിതി സർക്കാർ പുനഃസംഘടിപ്പിച്ചത്. കേരള കോൺഗ്രസ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പ്രജിത്ത്. R ബാലകൃഷ്ണപിള്ളയുടെ മരണത്തെ തുടർന്നായിരുന്നു പാർട്ടി നോമിനിയായി പ്രേംജിത്തിനെ നിയമിച്ചത്. പാർട്ടിയോട് ആലോചിക്കാതെ പ്രതിനിധിയെ മാറ്റിയതിൽ കേരള കോൺഗ്രസ് ബിക്ക് അതൃപ്തിയുമുണ്ടായി. ഇടതുമുന്നണി കൺവീനർക്ക് KB ഗണേഷ് കുമാർ കത്ത് നൽകിയിരുന്നു. മുന്നണി മര്യാദ പാലിക്കാതെയുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. കേരള കോൺഗ്രസ് ബിയുടെ ഏക MLA KB ഗണേഷ് കുമാർ സംസ്ഥാന സർക്കാരിനെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കാറുമുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ പരസ്യമായി KB ഗണേഷ് കുമാർ വിമർശിക്കുകയുണ്ടായി. തന്നെപ്പോലെ സീനിയറായ ജനപ്രതിനിധികളുടെ ആവശ്യങ്ങൾ മന്ത്രി പരിഗണിക്കുന്നില്ല എന്നായിരുന്നു വിമർശനം. പത്തനാപുരം ബ്ലോക്കിൽ 100 മീറ്റർ റോഡ് പോലും PWD അനുവദിച്ചില്ല എന്നും മുൻ മന്ത്രി G സുധാകരൻ സ്നേഹവും പരിഗണനയും നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഗണേഷ് കുമാറിന്റെ വിമർശനം അതിര് കടന്ന പശ്ചാത്തലത്തിലാണ് പാർട്ടിയുടെ പ്രതിനിധിയെ മുന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കിയത്.